Hello guys, welcome back to my YouTube channel Betrus by Pic. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഹാപ്പി ഓണം വിഷസ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സാരിയൊക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായി. അവർ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ തലേ ദിവസം തന്നെ എൻ്റെ സാരിയൊക്കെ എല്ലാം അയൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടായി. സന ചേച്ചിയാണ് ഞങ്ങൾക്ക് സാരിയൊക്കെ എല്ലാം ഉടുപ്പിച്ച് തന്നത്. വേറെ ആർക്കും തന്നെ സാരി ഒന്നും കൊടുക്കാൻ അറിയുന്നുണ്ടായില്ല. അതിനുശേഷം ഞാൻ നിയമേ കുറേ മിറർ സെൽഫി വീഡിയോസൊക്കെ എടുത്തു. കുറേ എടുത്തതിന് ശേഷം അവൾക്ക് പിന്നെ മതിയായിട്ട് അവൾ എന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ സാരി കൊടുത്ത് പുറത്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. മെട്രോയിലേക്ക് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടായി. പിന്നെ ഏറ്റവും സന്തോഷം വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയൻസൊക്കെ വന്ന് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. കുറേ ജോർജിയൻസ് പ്രിറ്റിയാണെന്ന് പറഞ്ഞ് കോംപ്ലിമെൻറ്റ് ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി. അതിനുശേഷം ഞങ്ങൾ പോയത് പാലസ് കിച്ചണിലേക്കാണ്. അവിടെ ഞങ്ങൾക്ക് സദ്യ ഉണ്ടായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അതാണ് മുത്തുക്കാക്ക. പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് സദ്യയൊക്കെ എല്ലാം വിളമ്പി തന്നിട്ടുണ്ടായത്. ബെട്രൂന്റെ യൂട്യൂബ് ചാനൽ എന്താക്കി ബെട്രൂ. അത് ആക്ച്വലി ഞാനിപ്പോൾ ടൈം കാണിച്ചു തരാം ഗൈസ്. ആ ഫോൺ തരും. നമ്മൾ 1:30 വീഡിയോ എടുക്കാൻ വേണ്ടി വരാം, ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഇല്ല. ഇപ്പോൾ സമയം മീൻസ് 4:15. അതുകൊണ്ടാണ്. ജസ്റ്റിഫിക്കേഷൻസ് പറയൂ. ഇപ്പം നിങ്ങളോട് പരാതി പറഞ്ഞില്ലേ, അതാണ് എൽസ. അവളാണ് അന്നത്തെ ദിവസം എന്നെ വ്ളോഗൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാലസ് കിച്ചണിലെ സദ്യക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. കറികളും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ ഈ പഴം മാത്രം എന്താ പകുതി തന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. പഴത്തിന് ഇത്ര ക്ഷാമം ഉണ്ടോന്നോ എന്ന് ഞാൻ വിചാരിച്ചു. കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. സാധാരണ ഞാനൊരു സ്ലോ ഈറ്ററാണ്, പക്ഷേ അത്ര സമയം വൈകിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഫുഡൊക്കെ കഴിച്ച് തീർത്തു ഗൈസ്. ഞാൻ തന്നെ വണ്ടടിച്ചു ഇത്ര പെട്ടെന്ന് ഞാൻ കഴിച്ചു തീർത്തോ വിചാരിച്ചിട്ട്. അതിനുശേഷം എൽസ എന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായി. അവൾ എൻ്റെ പാത്രത്തിലെ കറികളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇരുപത്തിനാല് കറി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കറിയും കൊണ്ട് തയ്യാറാക്കി. പാലസ് കിച്ചണിൽ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി. അപ്പോഴേക്കും കുറേ സമയം വൈകിയായിരുന്നു. 6 മണിയൊക്കെ ആയിട്ടുണ്ടായി. പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ മാത്രമേ വെയിലുണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവർക്കും ആവശ്യമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സിംഗിളൊക്കെ ആയിട്ടൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ കുറേ ഞങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഒരാളുടെ ഫേസ് കറക്റ്റ് ആകുമ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ എല്ലാം കുളമായിട്ടാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ എൽസയെ ഒരു ഡാൻസിൻ്റെ റീൽസ് ചെയ്തു. ചുമ്മാ ചെയ്തത് അതൊന്നും ശരിയാവുന്നുണ്ടായില്ല. ഏതെങ്കിലുമൊക്കെ ശരിയാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ വന്നത് കുളമാക്കുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.